ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ബിനോഷ് ജോൺ മുക്കട ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോട് ശ്രമിച്ചാൽ ദിവ്യ സ്നേഹത്തിനുറവിടമേ, 10,000-ത്തിലതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. 10,000-ത്തിലതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ കഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനികളെ ധൈര്യപ്പെടുത്തുവാനും വിശ്വാസത്തിൽ അവർ ഉറച്ചു നിൽക്കുവാനായിട്ട് പത്രോസ് എഴുതിയ ലേഖനമാണ് 1-ാമത്തെ ലേഖനം. അദ്ദേഹം ഈ വസ്തുതകൾ അവരെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം അവരെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിലെ കഷ്ടതകൾ അതെന്നേക്കും ഉള്ളതല്ല, അത് മാറിപ്പോകുന്നതാണ്. ആ കഷ്ടതകളിലും ദൈവത്തിൻ്റെ ജനം ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനായിട്ട് താല്പര്യപ്പെടണം എന്നുള്ള ശക്തമായിരിക്കുന്ന പ്രബോധനമാണ് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പത്രോസ് നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം എന്തുകൊണ്ട് നമ്മുടെ കഷ്ടതകളിൽ ആനന്ദിക്കണം? ഇവിടെ 2 പ്രാവശ്യം ആനന്ദിക്കുക എന്ന പദം നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം നമ്മുടെ കഷ്ടതകളിൽ ആനന്ദിക്കുവാനായിട്ട് കഴിയേണ്ടതിൻ്റെ 1-ാമത്തെ കാരണം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഈ ലോകത്തിൽ ഉണ്ടാകും എന്നതാണ്. നമ്മുടെ കർത്താവ് ഒരിക്കൽ ഈ ലോകത്തിലേക്ക് വന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശ് യാഗമായി അർപ്പിക്കപ്പെട്ടു. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്ന പോലെ തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷനാകും. ലോകത്തിലെ ആകമാനം ദൈവജനത്തിൻ്റെ പ്രത്യാശയും വിശ്വാസവും പ്രതീക്ഷയും അതാണ്. തങ്ങളെ ചേർക്കുവാനായിട്ട്, എന്നെ ചേർക്കുവാനായിട്ട് എൻ്റെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് രണ്ടാമതും വരുമെന്നുള്ള ആ വലിയ വിശ്വാസവും ആ വലിയ പ്രത്യാശയും ദൈവജനത്തിനുണ്ട്. കർത്താവ് വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടതകൾ തീരും, ഈ ലോകത്തിലെ ദുരിതങ്ങൾ മാറും, ഈ ലോകത്തിലെ അപമാനങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും അവസാനിക്കും. ദൈവത്തോടുകൂടി നിത്യതയോളം കൂടി സന്തോഷകരമായിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള ആ വലിയ പ്രത്യാശയാണ് ദൈവമക്കൾക്ക് കഷ്ടതകളിലും ആനന്ദിക്കുവാനായിട്ട് കഴിയുന്നത്. 2-ാമത്തെ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ കഷ്ടത അത് അല്പനേരത്തേക്ക് മാത്രമുള്ളതാണ്. ഈ കഷ്ടതകൾ നാം ഒത്തിരി അനുഭവിക്കേണ്ടി വരികയില്ല. ഈ കഷ്ടത എന്ന് പറയുന്നത് അത് അല്പനേരത്തേക്ക്, കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വരുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നാനാ പരീക്ഷകളാൽ വലിയ ദുഃഖം നാം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഈ ദുഃഖം ആനന്ദമാകുന്ന ഒരു ദിവസമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. പല വിധത്തിലുള്ള പരീക്ഷകൾ കൂടി നാം അകപ്പെട്ട് മുമ്പോട്ട് കടന്നു പോകുന്നവരാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിച്ചു. ദൈവത്തിൻ്റെ പുത്രനാണോ എന്ന് തിരിച്ചറിയേണ്ടതിനായി യേശു കർത്താവിനെ പരീക്ഷിച്ചു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മയൊക്കെ എത്ര അധികമായി ഈ പിശാച് പരീക്ഷിക്കും. പല വിധത്തിലുള്ള പരീക്ഷകൾ നമുക്ക് പിശാച് നൽകിക്കൊണ്ടിരിക്കുന്നു. രോഗമായിട്ടും ദുരിതമായിട്ടും അപമാനമായിട്ടും സങ്കടമായിട്ടും വേദനയായിട്ടും ഉപദ്രവങ്ങളായിട്ട് അങ്ങനെ വിവിധ നിലകളിലുള്ള അനേക പരീക്ഷകൾ കൂടി ദൈവമക്കളായ ഞാനും നിങ്ങളും മുമ്പോട്ട് കടന്നു പോകുന്നു. യാക്കോബ് പറയുന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത്. പരീക്ഷ സഹിക്കുന്നവൻ മനുഷ്യൻ ഭാഗ്യവാനാണ്, ജീവകിരീടം അവന് ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ
എല്ലാ കഷ്ടതകളിലും ഈ പരീക്ഷകളിലും സന്തോഷിക്കുവാനായിട്ട് ഇതിൻ്റെ പിന്നിൽ ദൈവം എനിക്കൊരു നന്മ നൽകുമെന്നുള്ള ആ വലിയ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിശോധന അത് വിലയേറിയതാണ്. നമ്മുടെ വിശ്വാസം ദൈവമുമ്പാകെ വളരെ വിലപ്പെട്ടതാണ്, അത് വളരെ വിലയുള്ളതാണ്. ഈ ലോകത്തിലെ ഏതു വസ്തുവിനേക്കാളും ഈ ലോകത്തിലെ ഏത് മൂല്യമേറിയ ശ്രേഷ്ഠമേറിയ ഏത് വസ്തുവിനേക്കാളും ദൈവജനത്തിൻ്റെ വിശ്വാസം അത് വളരെയധികം വിലയുള്ളതാകുന്നുവെന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകളിൽ നാം സന്തോഷിക്കണം, നാം ആനന്ദിക്കണം. ഈ ലോകത്തിലെ ജനതയുടെ കൺമുമ്പിൽ ഏറ്റവും വിലയുള്ളത് സ്വർണ്ണമാണ്. എന്നാൽ ആ സ്വർണ്ണത്തെക്കാളും വിലയുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. നമ്മുടെ കർത്താവ് നമ്മെ പരിശോധിക്കും. യോബിന് സംഭവിച്ച പരിശോധനകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യോബിൻ്റെ വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിച്ചൊരു കാര്യം യോബ് തൻ്റെ മകനാകുന്നുവെന്നത് ലോകമുമ്പാകെ തെളിയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധന ഉണ്ടാകും. എന്നാൽ ജീവിതത്തിലെ പലവിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പരിശോധനയുടെ കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാനും ദൈവത്തിലുള്ള വിശ്വാസവും ശക്തമാക്കുവാനും ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുവാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറാകണം. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം യഥാർത്ഥമാണെന്ന് തെളിയിക്കുവാനായിട്ടാണ് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. പൊന്ന് തീയിൽ കൂടി കടത്തി വിടുമ്പോൾ അതിലെ മാലിന്യം മാറി കൂടുതൽ ശോഭയുള്ളതാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ മാറി, ബലഹീനതകളെ മാറി, അകൃത്യങ്ങളെ മാറി, പാപത്തിൻ്റെ എല്ലാ അഴുക്കും മാറി, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ലോകത്തിൻ്റെ മാലിന്യം മാറി ദൈവത്തിന് വേണ്ടി കൂടുതൽ ശോഭയുള്ളവരായി തീരുവാൻ, ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രകാശിക്കുവാനായിട്ട് ഒരു പക്ഷേ നമ്മുടെയും ജീവിതത്തിലെ വിശ്വാസം പരിശോധിക്കപ്പെടും. ആ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാകുന്നുവെന്ന് അറിയുമ്പോൾ ആ കഷ്ടതകളിലും സന്തോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും, ആനന്ദിക്കുവാനായിട്ട് ഇടയാകും. നാലാമത്തെ കാര്യത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, ഇതിനൊക്കെ ആ വലിയൊരു പ്രതിഫലം നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. നമ്മുടെ കഷ്ടതകളിൽ നാം സന്തോഷിക്കണം. കാരണം നമ്മുടെ കർത്താവ് മധ്യാകാശത്തിലേക്ക് വരും, തൻ്റെ ജനത്തെ ചേർക്കും. ആ കർത്താവിൻ്റെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ നാം അനുഭവിച്ച, നാം കടന്നുപോയ, നാം നേരിട്ട എല്ലാ വിഷമതകൾക്കും എല്ലാ കഷ്ടതകൾക്കുമുള്ള പ്രതിഫലം ലഭിക്കുവാനായിട്ട് പോകും. ആ പ്രതിഫലത്തെക്കുറിച്ച് പത്രോസ് പറയുകയാണ്, അത് പുകഴ്ചയായിരിക്കും, തേജസ്സായിരിക്കും, മാനമായിരിക്കുമെന്ന് കാണുവാൻ ഇടവരും. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഇന്ന് നാം ലോകത്തിൽ കർത്താവിന് വേണ്ടി വളരെ കഷ്ടത അനുഭവിക്കുന്നവരാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഒരു നാൾ നമ്മുടെ കർത്താവിന് മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ഇതിനൊക്കെ തക്കതായിരിക്കുന്ന പ്രതിഫലം ദൈവം നമുക്ക് നൽകും. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകളിൽ നമുക്ക് സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവനിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കഷ്ടതകളിൽ സന്തോഷിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങളനുനിമിഷം, പകൽ മേഘസ്തംഭം രാത്രി അഗ്നിതുണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രി അഗ്നിതുണായി എന്നെ അനുദിനം വഴി നടത്തും.